ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിനുള്ള സർക്കാർ പട്ടിക ഇന്ന് നൽകും. ഓരോ സർവകലാശാലയ്ക്കും പ്രത്യേകമായുള്ള പട്ടികയാകും ചാൻസലർ കൂടിയായ ഗവർണർക്ക് നൽകുക. UGC മാനദണ്ഡ പ്രകാരമുള്ള യോഗ്യതയുള്ള 3 പേരുടെ പട്ടികയാണ് സർക്കാർ ഇതിനായി തയ്യാറാക്കിയത്. ഒപ്പം തന്നെ കേരള സർവകലാശാലയിൽ നേരിട്ടുള്ള ഇടപെടലുകളിൽ നിന്ന് രാജ്ഭവൻ പിന്മാറുന്നു എന്ന വാർത്തകൾ കൂടി ഇപ്പോൾ എത്തുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് ചാൻസലർക്ക് കിട്ടിയ വലിയ തിരിച്ചടികളാണ് ഇത്തരത്തിലൊരു ചിന്തയിലേക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സർവകലാശാലയിലേക്ക് VCക്കെതിരെ ഇന്ന് SFIയുടെ പ്രതിഷേധ മാർച്ചുമുണ്ടാകും. തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത് നിർഭനാണ് ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ നൽകാനായി. നിർഭൻ, ഗുഡ് മോർണിംഗ്. മനു, വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇന്ന് നമ്മളെ കാത്തിരിക്കുന്നത്? തിരുവനന്തപുരത്ത് വാർത്തകളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് ഓരോന്നോരോന്നായി എടുത്തു പോകാം. KTU ഡിജിറ്റൽ സർവകലാശാലകളിലേക്കുള്ള താൽക്കാലിക VCമാരെ നിയമിക്കുന്നതിനുള്ള പട്ടിക സർക്കാർ ഇന്ന് നൽകും. ഇനിയിപ്പോൾ ചാൻസലർക്ക്, ഗവർണർക്ക് മറ്റു മാർഗങ്ങളില്ലല്ലോ. സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് ആളെ നിയമിച്ചല്ലേ മതിയാകൂ. ഹൈക്കോടതി വിധിയോടുകൂടി അതിൽ വളരെ വ്യക്തത വന്നിരിക്കുകയല്ലേ നിർഭൻ? തീർച്ചയായും മനു, തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾക്ക് ഒരു ദിവസവും കുറവുണ്ടാവില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായ കോടതി ഉത്തരവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ സ്വാഭാവികമായി ഇന്നുണ്ടാകും. അത് മനു തന്നെ മുഖവരയായി പറഞ്ഞ കാര്യമാണ്. സർവകലാശാലകളുടെ ഈ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായി ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിയ അതിരുകടന്ന കടന്നുകയറ്റം, ഭരണ സംവിധാനത്തിലേക്കുള്ള പൂർണ്ണമായ സർവാധിപത്യത്തിലേക്ക് ഗവർണർമാർ വരുന്നു. ഗവർണർമാർ തന്നെ VCമാരെ വെച്ച ശേഷം അക്കാര്യത്തിൽ പൂർണ്ണമായി ഭരണസ്തംഭനമടക്കം വരുന്ന പ്രശ്നങ്ങളിലേക്ക് കേരള സർവകലാശാലയെ നമ്മൾ കണ്ടതാണ്. ഡിജിറ്റൽ സർവകലാശാലയിലും ഏറെക്കുറെ സമാനമായ സംഭവങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സാങ്കേതിക സർവകലാശാലയിലെ പ്രശ്നങ്ങളും അവിടെ തന്നെ നമ്മൾ നിരന്തരം വാർത്തകൾ ചെയ്തതാണ്. അപ്പോൾ അത്തരൊരു ഘട്ടത്തിലാണ് കോടതിയുടെ നിർണായകമായ വിധി ഉണ്ടായിട്ടുള്ളത്. ആ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാരാംശം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ എല്ലാ സർവകലാശാല സംബന്ധിച്ചും അതാത് സംസ്ഥാനങ്ങളിൽ, BJP ഇതര സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ തമിഴ്നാടാകട്ടെ, ഒപ്പം തന്നെ മഹാരാഷ്ട്ര ആകട്ടെ, വിവിധ സംസ്ഥാനങ്ങളിൽ സമാനമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഒക്കെ തന്നെ ഹിമാചൽ പ്രദേശിൽ സമാനമായ പ്രശ്നമുണ്ട്, പശ്ചിമ ബംഗാളിൽ സമാന പ്രശ്നമുണ്ട്, ഇത്തരത്തിലുള്ള കർണാടകയിൽ സമാനമായ പ്രശ്നമുണ്ട്. ഇത്തരം സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ ഗവർണർമാരുടെ അതിരുകടന്നുള്ള ഇടപെടലിനെതിരെയുള്ള നീക്കം സംസ്ഥാന സർക്കാരുകൾ സുപ്രീം കോടതിയെ സമീപിച്ച പ്രശ്നങ്ങളുണ്ട്. അതിലൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിധിയാണ്. ഒരു 2 VCമാരെ നിയമിച്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിധിയല്ല. ആ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഗവർണർക്ക് അതിനുള്ള അധികാരമില്ല എന്നതാണ്. അതായത് സർവകലാശാലകളുടെ VCമാരുടെ നിയമനത്തിൽ താൽക്കാലിക പട്ടിക ആയാൽ പോലും അത് സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാണ് ഇത് തിരഞ്ഞെടുക്കേണ്ടത് എന്ന അടിസ്ഥാനപരമായ വിധിയാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ മനു തന്നെ സൂചിപ്പിച്ചു, എന്തുകൊണ്ട് രാജ്ഭവൻ ഇത്തരത്തിൽ പ്രശ്നങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് ചോദിച്ചാൽ, അവർക്ക് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല, ഇത് മറ്റു കോടതികളെയും സ്വാധീനിക്കുകയും ഒപ്പം തന്നെ ഈ വിധി സുപ്രീം കോടതിയിൽ നിലവിൽ മറ്റ് സ്റ്റേറ്റുകൾ, തമിഴ്നാടും ബംഗാളും ഒക്കെ കൊടുത്തിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഈ വിഷയം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കണക്കാക്കിക്കൊണ്ടായിരിക്കും അതിൻ്റെ ഒരു ഉപദേശം സ്വാഭാവികമായും ലഭിച്ചു കാണുമല്ലോ. അതിൻ്റെ ഒരു കൂടെ തീരുമാനമായിരിക്കും അത്. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല VC ആയിട്ടുള്ള മോഹനൻ കുന്നുമ്മൽ ഈ കേരളത്തിലെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൽ അടിയന്തരമായി സർവകലാശാല വിഷയത്തിൽ ഗവർണർ നേരിട്ട് ഇടപെടണം എന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ അതിന് തൊട്ട് പിന്നാലെയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഈ വിധി വരുന്നത്. ആ വിധി വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായിരുന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തുടർ നീക്കങ്ങൾ എന്താണ് എന്നതാണ് ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ തന്നെ വളരെ തുടർച്ചയായി കൊണ്ടുവന്ന സമരങ്ങൾ, ആ സമരങ്ങൾ ഒരിക്കലും ഗവർണർ സർക്കാർ പോര് എന്ന തരത്തിലേക്ക് മാറ്റി തീർക്കാനായിരുന്നു പ്രതിപക്ഷം ശ്രമിച്ചത്. അവർക്ക് കൂടിയുള്ള തിരിച്ചടിയാണ്. എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് സർവകലാശാലകൾക്ക് നേരെയുള്ള, പരമാധികാരത്തിന് നേരെയുള്ള, സിൻഡിക്കേറ്റിന് നേരെയുള്ള, സെനറ്റിന് നേരെയുള്ള പൂർണ്ണമായ അധികാരം VCമാർ പിടിച്ചെടുക്കുന്നു? അത് ഗവർണർമാർ അവരെ VCമാരെ ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലയുടെ അവകാശത്തെ നശിപ്പിക്കുന്ന രീതി. ഇപ്പോൾ കേരള സർവകലാശാലയിൽ തന്നെ ഏകദേശം 2800ഓളം ഫയലുകളാണ് VC ഒപ്പിടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തുള്ളത്. അദ്ദേഹം ഓൺലൈനായി ഇത് രജിസ്ട്രാർ അയക്കുന്ന ഫയലുകൾ തിരിച്ചയക്കുന്നു. അതാണ് തുടർച്ചയായി നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മോഹന കുന്നുമ്മൽ തന്നെ പറഞ്ഞത്, ഞാൻ സർവകലാശാലയിൽ വരുന്നുമില്ല, പക്ഷേ ഈ ഫയലുകൾ ഒപ്പിടുമില്ല. ആ നിലപാടിലേക്ക് പോകുന്നു. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ച് അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്നു. സർവകലാശാലകളിൽ കേരളത്തിലെ ഏറ്റവും വലിയ NAC അക്രഡിറ്റേഷനിലെ അടക്കം ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ വന്ന ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന കേരളത്തിലെ
ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈ VC-മാർക്ക് പിന്നിലുണ്ട്. ഗവർണർക്ക് അത്തരത്തിലുള്ളൊരു നീക്കം കൂടിയുണ്ട് എന്നതാണ് SFI അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അത് കേരള സർവകലാശാലയെ നമ്മൾ കണ്ടതാണ്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മൾ കണ്ടതാണ്. അതിനേറ്റ വലിയ പ്രഹരമാണ് ആ ഒരു രാഷ്ട്രീയപരമായി എന്തുകൊണ്ടാണ് SFIയും പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും സർക്കാരും ആ നിലപാട് സ്വീകരിച്ചത് എന്നത് കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിധിയോടുകൂടി തെളിഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരു ഭാഗമെന്ന് പറയുന്നത് 2 VC-മാരുടെ അധികാരം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു, അവർ സ്ഥാനഭ്രഷ്ടരായിരിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ പുതിയ VC-മാരെ, താൽക്കാലിക VC-മാരെ കണ്ടെത്തണം. അത് സർക്കാർ ഉടൻ തന്നെ പുതുക്കിയ പട്ടിക ഇന്ന് തന്നെ നൽകാൻ സാധ്യതയുണ്ട്. നേരത്തെ സർക്കാർ നൽകിയ പട്ടികയിൽ നിന്ന് ആളെ തീരുമാനിക്കാതെയായിരുന്നു പുറത്തു നിന്ന് ഗവർണർമാർ ആളെ തീരുമാനിച്ചത്, താൽക്കാലിക VC-മാരെ തീരുമാനിച്ചത്. ഇനി പുതുക്കിയ പട്ടികയായിരിക്കും നൽകുക. UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള പട്ടികയായിരിക്കും സർക്കാർ ഗവർണർക്ക് കൈമാറുക. അതിൽ ഗവർണർ എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഗവർണർക്ക് മറ്റ് പോംവഴിയില്ല. ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ തന്നെ കോടതി വ്യക്തമായ നിർദ്ദേശവും ഉത്തരവും പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഗവർണർ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് നിയമനങ്ങളിലേക്ക് പോകും. മറ്റ് നിയമനത്തിന് ശുപാർശ നൽകുന്ന ഈ പട്ടികയിൽ നിന്ന് മറ്റേതെങ്കിലും യോഗ്യതയുടെ മാനദണ്ഡങ്ങൾ ചോദ്യം ചെയ്യുകയോ അത് സംബന്ധിച്ച് വിശദീകരണം വേണമെങ്കിൽ ചോദിക്കാം എന്ന് സാധ്യത പറയുന്നുണ്ട്. ഗവർണർ വേണമെങ്കിൽ അത് കാലാവധി നീട്ടുന്നതിന് വേണ്ടോ ഇക്കാര്യത്തിൽ കാലവിളംബം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ ഇടപെടൽ നടത്താനുള്ള സാധ്യതയുണ്ട് എന്നും മറ്റ് ചില വിലയിരുത്തൽ വരുന്നുണ്ട്. അതല്ലാതെ മറ്റ് ഓപ്ഷനുകളും ഒന്നും ഗവർണറുടെ കൈവശമില്ല. അതുകൊണ്ട് ഈ 2 പട്ടികയും വെവ്വേറെ ആയിരിക്കും നൽകുക. ഡിജിറ്റൽ സർവകലാശാലയുടെയും സാങ്കേതിക സർവകലാശാലയുടെയും 2 പട്ടിക, ഇപ്പോൾ വെവ്വേറെ 6 പേരുടെ പട്ടിക നൽകും. അതിൽ നിന്ന് ഏറ്റവും യോഗ്യതയുള്ളവരെ ഗവർണർക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷേ UGC മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള സർക്കാരിൻ്റെ എല്ലാ വ്യവസ്ഥാപിതമായിട്ടുള്ള എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടുള്ള നിലപാടായിരിക്കും സർക്കാർ ഗവർണറെ അറിയിക്കുക. അതുകൊണ്ട് ഇനിയൊരു യുദ്ധത്തിലേക്ക് പോകാതെ കേരള സർവകലാശാലയുടെയും അതായത് സമാനമായി കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ ഇന്നിപ്പോൾ ആകെ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന 12 യൂണിവേഴ്സിറ്റികളും താൽക്കാലിക VC-മാരാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ തന്നെ ഗവർണറുടെ നേരിട്ടുള്ള ഇടപെടലിൽ നേരത്തെ ആരിഫ് മുഹമ്മദിൻ്റെ കാലത്ത് തന്നെ വലിയ സംഘർഷങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റിയിലും നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇനിയൊരു സംഘർഷത്തിലേക്ക് പോകരുത് എന്നാണ് കഴിഞ്ഞ ദിവസവും സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഭ്യർത്ഥിച്ചത്. ഇനിയൊരു സംഘർഷത്തിലേക്ക് പോകരുത്, വിദ്യാർത്ഥികളുടെ ഭാവി മനസ്സിലാക്കിക്കൊണ്ട് സങ്കുചിത രാഷ്ട്രീയം വെടിഞ്ഞ് ഗവർണർ വ്യക്തമായ ഭരണഘടനാപരമായ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടും ആക്റ്റും അനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അഭ്യർത്ഥിച്ചിരുന്നു. അതുകൂടി മാനിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം പ്രതിസന്ധിയിലേക്ക് പോയാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് ബാധിക്കുക, വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ബാധിക്കുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഏറ്റവും അനുഭാവപൂർവമായ സമീപനമാണ്, നിയമപരമായ നടപടിക്രമങ്ങൾ മാത്രമാണ് സർക്കാർ നടത്തിയത്. അതിൽ ഇനിയൊരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത ഗവർണർ മുന്നോട്ട് വയ്ക്കുമെന്ന് തോന്നുന്നില്ല. ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് ഗവർണർക്ക് കേരള സർവകലാശാല ഈ വിധി വന്ന ശേഷം പോലും ഈ കഴിഞ്ഞ ദിവസത്തെ 2 യൂണിവേഴ്സിറ്റിയുടെ വിധി വന്നപ്പോൾ പോലും കഴിഞ്ഞ ദിവസം ഈ സർവകലാശാല സംരക്ഷണ സമിതിയുടെ പേരിൽ വീണ്ടും ഒരു പരാതി രജിസ്ട്രാറുടെ ഈ ഭരണപരമായ നടപടികളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അതിൻ്റെ അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വീണ്ടും ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മറുഭാഗത്ത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എങ്ങനെയും ഈ വിഷയത്തെ കൂടുതൽ കുരുക്കിലേക്ക് കൊണ്ടുപോവുക, കൂടുതൽ സങ്കീർണതയിലേക്ക് കൊണ്ടുപോകുക എന്നൊരു നീക്കം പുറത്തു നിന്ന് നടത്തുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ തന്നെ ഉറപ്പായും RSSും BJPയും ആണെന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ഈ സർക്കാരും പ്രത്യേകിച്ച് ഇടതുപക്ഷ സംഘടനകളും SFIയും ഗവർണറും തമ്മിലുള്ള പോരാണ്, സർക്കാർ ഗവർണർ പോരാണ് എന്ന നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ കോടതി ഉത്തരവ് വന്നപ്പോൾ അത് ബോധ്യമായി. കാരണം എന്ത് നിലപാടാണ് സ്വീകരിച്ചിരുന്നത്, അത് ഏറ്റവും ഭരണഘടനാപരമായ നിലപാട് അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ, പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസ മേഖലയും സംരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. സംഘപരിവാർ സംഘടനകൾ വിദ്യാഭ്യാസ മേഖലയിൽ കടന്നുകയറ്റം നടത്തുമ്പോൾ, കാവ്യവൽക്കരണം നടത്തുമ്പോൾ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ SFI അടക്കം ഉയർത്തിപ്പിടിച്ചത്. അതിന് കിട്ടിയ ഒരു അംഗീകാരമായി രാഷ്ട്രീയപരമായ പ്രതിപക്ഷത്തിനേറ്റ ഒരു തിരിച്ചടി കൂടിയായി ഇതിനെ കാണേണ്ടി വരും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിർണായകമാണ്. ഗവർണർ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും, അതിന് വീണ്ടും ഇത് നീട്ടിക്കൊണ്ടുപോകാനുള്ള കാലവിളംബം വീണ്ടും വരുത്താനുള്ള ശ്രമമായിരിക്കും.